വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈസ്റ്റേൺ ഗേറ്റ്സ്, ദോഹ, ഖത്തർ. അധ്യായം 423. സർഗാത്മക സംവാദങ്ങളാണ് വിജയപഥമൊരുക്കുക. വൈവിധ്യങ്ങളുടെ ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. വ്യത്യസ്ത വൈചാരിക തലങ്ങളിൽ ജീവിക്കുന്നവർക്ക് വ്യത്യസ്തമായി ചിന്തിക്കുവാനും കാര്യങ്ങളെ വിലയിരുത്തുവാനും കഴിയും. ഈ വൈവിധ്യം അംഗീകരിക്കുകയും പരസ്പര സ്നേഹാദരങ്ങളോടെ പെരുമാറുകയും ചെയ്യുകയെന്നതാണ് സാംസ്കാരിക പ്രബുദ്ധത. സങ്കുചിതമായ കാഴ്ചപ്പാടുകൾ വെച്ചുപുലർത്തുകയും തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് അത്യന്തം അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുക. മതജാതി വൈരത്താൽ മലീമസമായ സമൂഹത്തിൽ സാഹോദര്യത്തിൻ്റെയും മാനവിക ഐക്യത്തിൻ്റെയും സന്ദേശമടയാളപ്പെടുത്തി വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന മുദ്രാവാക്യമുയർത്തി ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് കേരളീയ സാംസ്കാരിക പാരമ്പര്യമാണ് അടിവരയിടുന്നത്. തർക്കങ്ങളും സംവാദങ്ങളും നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. എന്നാൽ അനാവശ്യമായ തർക്കങ്ങൾ വ്യക്തിബന്ധങ്ങളും മാനസികാരോഗ്യവും ഇല്ലാതാക്കുമെന്ന് നാം തിരിച്ചറിയണം. വാസ്തവത്തിൽ വ്യക്തിയാധിഷ്ഠിതവാദങ്ങളാണ് കലഹങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കുന്നത്. വ്യക്തികളെയാണ് എതിർക്കുന്നതെങ്കിൽ സ്വരം ഉയർന്നു നിൽക്കും. വാദങ്ങളെയാണ് എതിർക്കുന്നതെങ്കിൽ അഭിപ്രായം ഉയർന്നു നിൽക്കും. വിഷയാധിഷ്ഠിത സംവാദങ്ങളിലൂടെയാണ് പുതിയ ആശയങ്ങളും പദ്ധതികളും രൂപപ്പെടുന്നത്. സർഗാത്മക സംവാദങ്ങൾ വിജയത്തിന്റെ വാതായനങ്ങൾ തുറക്കും. ചിന്തകൾക്ക് ചിറക് തരും. മുന്നേറ്റങ്ങൾക്ക് വഴിതെളിക്കും. ചിന്തകളും ചുവടുകളും മാറ്റുന്ന ശക്തിയാണ് സർഗാത്മക സംവാദങ്ങൾ. അവ നമുക്ക് വിജയത്തിലേക്കുള്ള പുതിയ പാതകളാണ് തുറന്നു തരിക. ഹൃദയം തുറന്ന് കേൾക്കുമ്പോൾ ചിന്തകൾക്ക് പ്രകാശം ലഭിക്കുന്നു. പ്രകാശം ലഭിക്കുന്നിടത്ത് പുരോഗതിയും മുന്നേറ്റവുമാണ് സംഭവിക്കുക. ജീവിതത്തിൽ മുന്നോട്ടു പോകണമെങ്കിൽ നാം നിരന്തരം പഠിക്കുകയും പകർത്തുകയും വേണം. പഠിക്കണമെങ്കിൽ മറ്റുള്ളവരെ തുറന്ന മനസ്സോടെ കേൾക്കണം. കേൾക്കുന്നിടത്ത് സംവാദമുണ്ടാകാം. പക്ഷേ എല്ലാ സംവാദങ്ങളും വിജയത്തിലേക്ക് നയിക്കുന്നില്ല. വിജയപഥമൊരുക്കുന്നത് സർഗാത്മക സംവാദങ്ങളാണ്. അതിനാൽ സർഗാത്മക സംവാദങ്ങളുടെ ഗുണഭോക്താക്കളാവുക എന്നതാണ് ഏറ്റവും വലിയ വിജയമന്ത്രം. പുതിയ ചിന്തകൾക്ക് വഴിതെളിക്കുന്നതും പ്രശ്നങ്ങൾക്ക് പുതുശ്രമങ്ങൾ കണ്ടെത്തുന്നതും പരസ്പര ബഹുമാനത്തോടുകൂടി ആശയങ്ങൾ പങ്കിടുന്നതുമായ മതിപ്പിന്റെയും മനസ്സിന്റെ തുറക്കലിന്റെയും ഭാഷയാണ് സർഗാത്മക സംവാദം. കേൾക്കാനും പഠിക്കാനുമുള്ള മനസ്സാണ് സർഗാത്മകതയുടെ അടിസ്ഥാനം. കുറ്റപ്പെടുത്താനോ ചെറുതാക്കാനോ ശ്രമിക്കാതെ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാനും നന്മയുടെ വാഹകരാകാനും സഹായകമായ ചർച്ചകളും സംവാദങ്ങളും സമൂഹത്തിൽ മാനസികവും ആരോഗ്യകരവുമായ വളർച്ചയുടെ പരിസരമാണ് ഒരുക്കുക. നല്ല മനസ്സോടെ ആശയങ്ങൾ പങ്കിടുക. നമ്മുടെ ചിന്ത മറ്റൊരാളുടെ പ്രചോദനമാകാം. വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ മാനിക്കുക. ബഹുമാനമുള്ള വാക്കുകൾ മനസ്സുകൾ തുറക്കും. എപ്പോഴും സംസാരിക്കുകയോ പ്രതികരിക്കുകയോ വേണമെന്നില്ല. ചില സന്ദർഭങ്ങളിലെങ്കിലും മൗനവും സർഗാത്മക പ്രതികരണമാണെന്ന കാര്യം നാം ഓർമ്മിക്കുക. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.